ഒരു പോയിന്റിലാണോ എനിക്ക് എന്റെ പ്രൊഫഷൻ ഇതാണ് എന്നുള്ളത് അങ്ങനെ വല്ലതും തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നോ? അപ്പോഴും നമ്മൾ അങ്ങനെ ഒരു എന്താ അറിയോ, നമ്മളുടെ വീട്ടിൽ അങ്ങനെ ഇങ്ങനെ ഒരു പ്രൊഫഷൻ എടുത്തവരില്ല. ഇത് സീരിയസ് ആയിട്ട് മ്യൂസിക് പഠിച്ചവർ തന്നെ ഇല്ല. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒരു സ്ഥിര വരുമാനമുള്ള എന്തെങ്കിലും ജോലി അങ്ങനെ കിട്ടിപ്പോവാ. പിന്നെ പാട്ട് പാടുന്നത് അവർക്ക് സന്തോഷം തന്നെയാണ്. അപ്പൊ അന്നൊന്നും ഇത് തുടർന്ന് നിലനിൽക്കുവോ, അപ്പൊ വരുന്ന ഓപ്പർച്യൂണിറ്റീസ് അപ്പൊ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതിൽ കവിഞ്ഞിട്ട് സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ല, ഒരു പാഷന്റെ ഭാഗമായിട്ടാണ് അതിനെ എടുത്തത്. പക്ഷെ അന്ന് പരമാവധി നന്നാക്കാനായിട്ട്, കിട്ടുന്ന അവസരങ്ങൾ നന്നാക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇപ്പൊ ജേസൺ ചേട്ടന്റെ കൂടെ ഡിവോഷണൽ സോങ്സ് എത്ര എണ്ണം പാടിയിട്ടുണ്ട്? അത് ഒരുപാട് ഒരുപാട് പാടിയിട്ടുണ്ട്. ചേട്ടൻ കമ്പോസ് ചെയ്ത മൂവീസിൽ പാടിയിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല, ചേച്ചിയുടെ കമ്പോസ് ചെയ്തതിൽ പാടിയിട്ടില്ല. ഡിവോഷൻസ് ആണ് കൂടുതലും പാടിയിട്ടുള്ളത്. ചേട്ടന്റെ ഡിവോഷൻ സോങ്സിൽ ഏറ്റവും പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ് ഏറ്റവും? ജെർസൻ ചേട്ടൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ക്രിസ്ത്യൻ ഡിവോഷണൽസ് ആണല്ലോ കൂടുതൽ ചെയ്യാം. അപ്പോൾ ചുരുക്കം ചില ഹിന്ദു ഡിവോഷണൽസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ത്രിപുരാം നമാമി എന്ന് പറഞ്ഞിട്ട് ശ്രീ ജയൻ പള്ളുരുത്തി എഴുതിയിട്ട് ജെർസൻ ചേട്ടൻ മ്യൂസിക് ചെയ്ത ഒരു ആൽബത്തിൽ പാടിയിട്ടുണ്ടായിരുന്നു. അത്